Dear students, welcome back to MathSavant. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നമ്പർ, അത് ചിലപ്പോൾ വലിയ നമ്പർ ആയിരിക്കാം. ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾ പല പ്രോബ്ലംസും ചെയ്യുമ്പോഴത്തേക്ക്, ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് മൈനസ് പി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ ബൈ 2a എന്നൊരു ഇക്വേഷൻ വരും. അവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? സ്ക്വയർ റൂട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, സപ്പോസ് വി ഹാവ് എ ബിഗ് നമ്പർ. ഇപ്പൊ ചെറിയ നമ്പർ ഒക്കെ ആണെങ്കിൽ 49 ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം സ്ക്വയർ റൂട്ട് 7 ആണ്. 64 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് 8 ആണ്. പക്ഷെ വലിയ നമ്പർ വന്നാലോ, ഫോർ എക്സാമ്പിൾ നമുക്ക് 1529 ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് വെച്ചോളൂ. ഇത് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വലത്ത് നിന്ന് ഇടത്തോട്ട് കൗണ്ട് ചെയ്യുക, കപ്പിളായിട്ട് കൗണ്ട് ചെയ്യുക, രണ്ടായിട്ട് കൗണ്ട് ചെയ്യുക. അപ്പൊ ഇവിടെ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 2 ഉം 9. അത് ഞാൻ ഗ്രൂപ്പ് ചെയ്തു. അടുത്തത് 1 ഉം 5 ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, അടുത്തൊരു കോമ ഇട്ടോളൂ. ബാക്കി ഇനിയുള്ളത് 1 ആണ് അല്ലെ. നമുക്കിനി ഇത് ഡിവൈഡ് ചെയ്യാം, ഒരു പ്രത്യേക രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്രൂപ്പ് മാറ്റി വെച്ചു, ഈ ഗ്രൂപ്പ് മാറ്റി വെച്ചു, ബാക്കിയുള്ളത് 1 ആണ്. 1ന്റെ അല്ലെങ്കിൽ 1ന്റെ തൊട്ട് താഴെ, ഇപ്പൊ 1ന്റെ തൊട്ട് താഴെ ഒന്നുമില്ല, 1ലാണ് സ്റ്റാർട്ട് ചെയ്ത നമ്പേഴ്സ് നമുക്കറിയാമല്ലോ. സോ 1ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 1 ആണ് അല്ലെ. അപ്പോ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 1 into 1 ആണല്ലോ 1 അല്ലെ. അപ്പൊ 1 into 1 1 കിട്ടി. ഇതിന്റെ ഡിഫറൻസ് 0 എന്ന് നമുക്കറിയാം. അപ്പൊ അതിന് വിട്ടേക്ക്, ആ പരിപാടി അവിടെ കഴിയും. 1ന്റെ കാര്യം കഴിയും. അടുത്ത് തന്നെയാണുള്ള കപ്പിൾ ഇതാണ്, 51 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 51 ഇവിടെ എഴുതി വെക്കാം. റൈറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1ന്റെ ഡബിൾ എടുക്കുക, അതായത് 2. ആ 2 ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, സോ 2 എഴുതി വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് 51ന്റെ തൊട്ട് താഴെയുള്ള നമ്പർ, അല്ലെങ്കിൽ നമുക്ക് 2 into എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ നമ്പർ എഴുതുകയാണ്, 3 എഴുതുകയാണ്. ആ 3 കൊണ്ട് തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടുമല്ലോ. അത് ഇതിന് തൊട്ട് താഴെയുള്ള നമ്പർ ആയിരിക്കണം. അപ്പൊ 23 into 3 69 ആണ്. അത് 51നെക്കാട്ടിലും കൂടുതലാണ്. അപ്പൊ 3 എഴുതിയിട്ട് കാര്യമില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം? 2 എഴുതി നോക്കാം. അപ്പൊ 22 ഇവിടെ 2 എഴുതി കഴിഞ്ഞാൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം. അപ്പൊ 22 into 22 എത്രയാണ്? 44 ആണ്. അത് 51ന്റെ താഴെയാണല്ലോ. അപ്പൊ 2 തന്നെയാണ് നമ്മൾ എഴുതാനുള്ളത്. ഇവിടെ 2 എഴുതി വെക്കുക, ഇവിടെ 44 എഴുതുക. ബാക്കി എന്താണ് ബാലൻസ് വരുന്നത്? 7 ആണ്. ശരിയല്ലേ? അപ്പൊ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ 1ന്റെ കാര്യം കഴിഞ്ഞു, 51ന്റെ കാര്യം കഴിഞ്ഞു. ബാക്കിയുള്ളത് 29 ആണ്. ആ 29 ഇവിടെ എടുത്ത് എഴുതുക. ഓക്കെ, ഇവിടെ ഇപ്പൊ കിട്ടിയത് 12 ആണല്ലോ. ഡബിൾ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇത് ഡബിൾ ചെയ്തു. അപ്പം 24 ആയി. 12ന്റെ ഡബിൾ 24. എഗെയിൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു നമ്പർ എഴുതണം. ആ നമ്പർ ഇൻറ്റു ഇതിനെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകിൽ 729 കിട്ടണം, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള നമ്പർ കിട്ടണം. ഇത് കിട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പെർഫെക്റ്റ് റൂട്ട് കിട്ടും, ഡെസിമൽ ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പം 240 സംതിങ് ഇവിടെ ഒരു നമ്പർ വരണം. ആ നമ്പർ ഇവിടെ എഴുതണം. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈയും ചെയ്യണം. ചെയ്യുമ്പോൾ 729 വരണം. അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? നമുക്ക് നോക്കാം. 9 അല്ലേ, അപ്പൊ റൂട്ട് ഏതാണ്? 3 അല്ലേ വരേണ്ടത്. 3 ഇട്ട് നോക്കാം. അപ്പൊ 243 into 3 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 3 into 3 9 കിട്ടി. 3 into 4 12. 1 ബാലൻസ് കിട്ടിയല്ലോ, 729. അപ്പൊ അത് ഇവിടെ എഴുതി വെക്കുക. എന്തെങ്കിലും റിമൈൻഡർ ഉണ്ടോ? ഇല്ല, റിമൈൻഡർ 0 ആണ്. അതിന്റെ അർത്ഥം ഇവിടെ കിട്ടിയത്, അതായത് ഇപ്പൊ 3 അല്ലേ കിട്ടിയത്, 123 എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ്. ഇവിടെ ബാലൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് അല്ല, ഒരു ഡെസിമൽ വരും. ഓക്കെ, അപ്പൊ 15129 എന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു നമ്പറോട് നമുക്ക് സ്ക്വയർ റൂട്ട് എടുത്ത് നോക്കാം. ഓക്കെ, ഒരു ചെറിയ നമ്പർ നോക്കാം. ഇതിപ്പോ നമ്മൾ 15129 ചെയ്തു. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു നമ്പർ 5184 എന്നൊരു നമ്പർ ഉണ്ടെന്ന് വെച്ചോളൂ. ഇതിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റിൽ നിന്ന് 2 അക്കം വീതം കൗണ്ട് ചെയ്യുക. അപ്പം 4 8 എടുത്തു, കോമ ഇട്ടു, 1 ഉം 5 എടുത്തു, കഴിഞ്ഞല്ലോ. നമ്പർ ഒന്നുമില്ലല്ലോ. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്യാം.
ആദ്യം ചെയ്യേണ്ടത് ഈ 51 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. ഓക്കെ, 51ന്റെ തൊട്ട് താഴെയുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 49 ആണ് അല്ലെ? അപ്പം 7 into 7 49 എഴുതുക. ഈ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. 2 എഴുതി വെച്ചു. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് ഈ 84 താഴോട്ട് ക്യാരി ചെയ്യുക. 284. 7ന്റെ ഡബിൾ എത്രയാണ്? 14 ആണ്. അത് ഇവിടെ എഴുതി വെച്ചു. ഇനി ഇവിടെ ഒരു നമ്പർ എഴുതണം. ആ നമ്പർ കൊണ്ട് തന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 284 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന നമ്പർ ആയിരിക്കും ഇതിന്റെ സ്ക്വയർ റൂട്ട്. 4 അല്ലേ? അപ്പൊ എന്തായാലും 2 ഒരു ഫാക്ടർ ആയിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് 2 എഴുതി നോക്കാം. 142. ആ 2 തന്നെ താഴെ എഴുതണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 into 2 4, 2 into 4 8. ശരിയാണല്ലോ. 284 കിട്ടിയല്ലോ. സോ 284 കിട്ടി. ബാലൻസ് റിമൈൻഡർ ഒന്നുമില്ല. അതിന്റെ അർത്ഥം ഇവിടെ 2 അല്ലേ കിട്ടിയത്? ആ 2 എഴുതുക. സോ 72 ആണ് 5184ന്റെ സ്ക്വയർ റൂട്ട്. ഇപ്പൊ മനസ്സിലാവും എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതെന്ന്.